ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയില് ശരിക്കും പറഞ്ഞാല് നമ്മുടെ താരമെന്ന് പറഞ്ഞ ബെല്ലക്കുട്ടനാ. ബെല്ലക്കുട്ടന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഞാൻ പറയാമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഇവന്റെ കഴുത്തടിക്ക് കണ്ടില്ലേ, ഞാൻ അന്ന് കാണിച്ചു തന്നതുപോലെ ഇവന് ഒരു വർഷത്തിന് മുമ്പ് വന്ന അതേ അസുഖം തന്നെ, മെഞ്ചിസ് എന്ന് പറഞ്ഞ ഒരസുഖം. മെഞ്ചിസ് എന്നാണോ പേരെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ, എങ്കിലും ഏകദേശം അങ്ങനെയാണെന്ന് തോന്നുന്നു പേര്. അപ്പൊ ആശാന് ഇപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഞാനിപ്പോ രാത്രി അമ്പലത്തിൽ നിന്ന് വന്നതേ ഉള്ളൂ. രാവിലെ ഏകദേശം 7 മണി തൊട്ട് 10 മണി വരെയും രാത്രിയിൽ ഒരു 7 മണി തൊട്ട് 10:30 വരെയുമാണ് ഡോക്ടർ ഉള്ളത്. അപ്പൊ ഇന്ന് ഞങ്ങള് കുന്നപ്പുഴ ലോറൻസ് ഡോക്ടറിന്റെ അടുത്തോട്ട് ഇവനെ കൊണ്ട് പോകാൻ പോവാണ്. ഇന്നലെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ കൊണ്ടുപോയി 2 ഇഞ്ചക്ഷൻ എടുത്തു. മരുന്നും കാര്യങ്ങളൊക്കെ അവന് വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. ഈ മരുന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. എന്താണ്ടേ, കണ്ടില്ലേ? ഇത് ശരിക്കും പറഞ്ഞാല് ഇതൊരു ടോണിക്. ഇത് 5 ml വെച്ച് രാവിലെ കൊടുക്കും. അങ്ങനെ 2 ടോണിക്കാണ് ഇവന് വേണ്ടിയിട്ട് തന്നിരിക്കുന്നത്. ഒന്ന് ഇത്, ഇത് രണ്ടും 5 ml വെച്ച് രാവിലെ കൊടുക്കേണ്ടത്. അതുകൂടാതെ രാത്രിയില് ആശാനെ ചപ്പാത്തി ഇരിക്കാൻ പോവാ രാത്രിയില് ഈ എണ്ണ പരട്ടി കൊടുക്കണം. ഇത് ശരിക്കും പറഞ്ഞാല് ഡോക്ടറുടെ എണ്ണയാണ്. ഇത് ഡോക്ടർ നേരത്തെ തന്ന എണ്ണയാണ്. ഇതാണ് പഴയ കുപ്പി ഡോക്ടറുടെ. ഇപ്പൊ ഡോക്ടർ അത് ബോട്ടിലൊക്കെ ആക്കി നല്ല സെറ്റാക്കി പുതിയ കുപ്പിക്കകത്താക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് എനിക്ക് തോന്നുന്നു ഏതോ കമ്പനിയുമായിട്ടൊക്കെ ചേർന്ന് അത് കറക്റ്റ് ചെയ്തിരിക്കുക. കമ്പനിയുമായിട്ടൊക്കെ ചേർന്ന് അദ്ദേഹം ലേബലൊക്കെ ഒട്ടിച്ച് വിപണിയിൽ ഇറക്കത്തക്ക വിധത്തിൽ അത് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇനി വേറൊരു രസം കാണിച്ചു തരാം. ഇത് കണ്ട, അവന്റെ ബെൽറ്റ് ആശാൻ കടിച്ച് പൊട്ടിച്ച് ഒരു വഴിയാക്കി വെച്ചിട്ടുണ്ട്. കുസൃതി എന്നും പറഞ്ഞാൽ പോരാ, ഭയങ്കര കുസൃതിയാ. അപ്പൊ ഇനി ഡോക്ടറുടെ അടുത്ത് പോയിട്ട് വന്നിട്ട് ഇവനെ എണ്ണയൊക്കെ തേപ്പിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് രാവിലെ ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മള് 2 ഗ്ലാസ് വെള്ളത്തില് ഒരു പിഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു നുള്ള് ഇട്ട് ദേഹം മൊത്തം തുടച്ചു കൊടുക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ പൊടിയാണ്. ഞാൻ ഓൺലൈനിൽ നിന്ന് വരുത്തിയതാണ്, ഡോക്ടർ പറഞ്ഞിട്ട് തന്നെ. അപ്പൊ അത് ഒരു പിഞ്ചിട്ട് ഒന്ന് കലക്കുമ്പോഴത്തേനും ഭയങ്കര മഞ്ഞ നിറമാകും. എന്നിട്ട് അത് നമ്മള് ദേഹം മൊത്തം ഇവന്റെ ഇത് പരട്ടിയിട്ട് വെറുതെ അങ്ങ് വിട്ടാൽ മതി. ഈ എണ്ണ തേച്ചിട്ടായാലും തുറസായ സ്ഥലത്ത് ഇവനെ അങ്ങ് തുറന്നു വിടണം. അതേപോലെ തന്നെ ഈ മഞ്ഞ വെള്ളം അതും തേച്ച് കൊടുത്തിട്ട് ഇവനെ തുറസായ സ്ഥലത്തങ്ങ് തുറന്നു വിടണം. പക്ഷെ ഒരു വിഷയമുള്ളത്, എണ്ണ രാത്രി മാത്രമേ തേക്കാൻ പാടുള്ളൂ. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയില് ഇവന് പാല് ചപ്പാത്തിയൊക്കെ തിന്നുക ഞങ്ങള്. രാത്രിയില് എണ്ണ വെട്ടാൻ പറ്റുള്ളൂ. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ കൊണ്ടിട്ട് വെയിലടിക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവനൊരു സിറിഞ്ചും ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്തായാലും കാപ്പിയും കുടിച്ചേച്ച് നേരെ ലോറൻസ് ഡോക്ടർ അടുത്തോട്ട് പോയിട്ട് വരാം. അപ്പോ എൻലെസ് ജേണി ബൈ ദീപുവിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ബെല്ലക്കുട്ടന്റെ ഈ ദയനീയമായ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ബെൽ ബട്ടണിൽ ഒരു ഓളും കൂടെ കൊടുത്തേക്കണം. അപ്പൊ നമുക്കിനി നേരെ കുന്നപ്പുഴയ്ക്ക് വിടാം. എന്തോ തിന്നുന്നേ? കണ്ട കുട്ടൂസൻ, നമ്മള് രാത്രിയിലത്തെ അത്താഴം കഴിക്കുന്ന കണ്ടുകൊണ്ട് ബെല്ലക്കുട്ടനും അത്താഴമൊക്കെ കഴിച്ച് റെഡിയാകുക. ഇഞ്ചക്ഷൻ എടുക്കാൻ പോകണ്ടേ? ഏകദേശം 2 ചപ്പാത്തി ആശാൻ ഇട്ട് കൊടുത്തു കേട്ടോ. 2 ആശാൻ ഏകദേശം ഇനി കുറച്ചുകൂടി ഉള്ളു കേട്ടോ. ബാക്കി കംപ്ലീറ്റ് തീർന്നു. ഇനിയിപ്പോ നിന്നാ താമസിക്കും. നമുക്ക് നേരെ ഇനി കുന്നപ്പുഴയ്ക്ക് പോയിട്ട് വരാം. ബെല്ലക്കുട്ടനെ കൊണ്ട് പോയിട്ട് വന്നിട്ട് അത്താഴം കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ലേറ്റ് ആയി പോകും. കാരണം അവിടെ ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പേഷ്യൻസാ. പേഷ്യൻസ് പറഞ്ഞാൽ പട്ടിയും പൂച്ചയൊക്കെ ആയിട്ടേ. ഇന്ന് എന്തായാലും ചമ്പാവരിയുടെ പുട്ട, പച്ചരിയുടെ അല്ല, ചമ്പാവരി പുട്ടും കടല. ഇന്ന് കറുത്ത കടലല്ല, വെള്ളക്കടലയാണ് കേട്ടോ, കടലക്കറിയുമ. അപ്പൊ ഇത് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാല് നമുക്ക് വന്ന ഉടനെ കയറി കിടന്ന് ഉറങ്ങാം. കാരണം എനിക്ക് നാളെ വെളുപ്പിനെ ഏകദേശം ഒരു 4:15 ഇവിടുന്ന് വിട്ടെങ്കിലേ ഒരു 5:45 ഒരു 4:45 ആകുമ്പോൾ, ഇവിടുന്ന് എന്തായാലും അരമണിക്കൂർ എടുക്കും. 4:45 ആകുമ്പോഴത്തേന് അമ്പലത്തിൽ എത്താൻ പറ്റുള്ളൂ. അപ്പൊ പെട്ടെന്ന് കഴിച്ചേച്ച്
നേരെ ബെല്ലക്കുട്ടനെ കൊണ്ട് നമുക്ക് കുന്നപ്പുഴയ്ക്ക് വിടാം. അങ്ങനെ ഞങ്ങൾ കുന്നപ്പുഴ ഹോസ്പിറ്റലിലെത്തി. ഇതാണ് നമ്മുടെ ഡോക്ടർ. ഡോക്ടർ ഇവിടെ എന്തൊക്കെയോ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും വലിയൊരു ദൈവാധീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാള് വളരെ കുറവാണ്. നാളെ എനിക്ക് അമ്പലമുണ്ട്, നേരത്തെ പോയി കിടന്ന് ഉറങ്ങണം എന്നൊക്കെ ഭഗവാനും അറിയാമായിരിക്കും. അതുകൊണ്ടാ. അപ്പോ ബെല്ലക്കുട്ടനെ അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങുകയാണ്. അയ്യോ പാവം, അവന് മനസ്സിലായി ഇഞ്ചക്ഷൻ എടുക്കാനാണെന്നുള്ളത് കൊണ്ട്. പക്ഷേ സത്യത്തെ അത്ര വേദനയൊന്നുമില്ല കേട്ടോ. ഡോക്ടർ നല്ല കറക്റ്റ് ആയിട്ട് എടുക്കുന്നേ. അയ്യോ ഇത് വെറുതെ അവൻ ഷോ കാണിക്കുന്നത് കേട്ടോ. പേടി പേടി അഭിനയിക്കുക ആശാൻ. യെസ്. അയ്യോ ഉഫ്, ഒരു പറയല്. സത്യത്തില് ഇത് 2 ഡോസാണ് എടുക്കുന്നത്. ഒരു മരുന്ന് 5 ml വെച്ച്. ഡോക്ടർ ഫസ്റ്റ് ഡോസ് ഏകദേശം 2.5 ml ആണ് ഒന്ന് എടുത്തത്. ഇനി 2.5 ml എടുത്ത് അതേ മരുന്ന് തന്നെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് മറ്റേ മരുന്നും പിന്നെ 5 ml, അതായത് 2 പ്രാവശ്യം കൊടുക്കണം. അങ്ങനെ ബെല്ലക്കുട്ടന് മൊത്തം 4 കുത്തുണ്ട്. ആദ്യത്തെ കുത്തിൽ 2.5 ml, അടുത്ത കുത്തിൽ വീണ്ടും അതേ മരുന്ന് തന്നെ 2.5 ml, അത് കഴിഞ്ഞ് അടുത്ത 2 കുത്തും ഒരേ മരുന്ന് തന്നെ 2.5 ml വെച്ച്. അങ്ങനെ മൊത്തം 5 ml. അയ്യോ പാവം. പക്ഷെ ഈ ഡോക്ടറെ നല്ല എക്സ്പീരിയൻസ്ഡാ കേട്ടോ. അവനൊട്ടും വേദനിക്കാത്ത രീതിയിലാണ് ചെയ്യുന്നത്. അവനെന്നല്ല, എല്ലാ പട്ടികൾക്കും. അയ്യോ, അങ്ങനെ ബെല്ലക്കുട്ടന്റെ ഇഞ്ചക്ഷൻ മഹാമഹം കഴിഞ്ഞു. അങ്ങനെ ബെല്ലക്കുട്ടന്റെ ഇഞ്ചക്ഷൻ മഹാമഹമൊക്കെ കഴിഞ്ഞു. പാവം. ഇനിയിപ്പോ നാളെ കൂടെ കൊണ്ടുവരണം അവനെ, ആശാനെ. എന്തൊരു കഷ്ടം നോക്കിയാണ് കണ്ട. ഇനിയിപ്പോ ആശാനൊന്നും കഴിക്കുകയില്ല, എടുക്കുകയില്ല. അയ്യോ, പോവാം ഗൈസ്. അങ്ങനെ ബെല്ലക്കുട്ടനെ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കൊണ്ടുവന്നു. ഇന്ന് വലിയൊരു മഹാമഹം നടന്നു. സത്യത്തിൽ ആശാൻ ഇന്ന് വാള് വെച്ചില്ല. ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ബെല്ലക്കുട്ടൻ സാധാരണ സ്ഥിരം കാറിൽ കയറി കഴിഞ്ഞാൽ ഉടനെ അവന് വാളുവെപ്പ് സ്ഥിരമുള്ളതാണ്. ഇത്രയും കാലമായിട്ട് ഇവനെ കൊണ്ടുവന്നിട്ട് ഇന്ന് ആദ്യമായിട്ടാ ആശാൻ ഛർദിക്കാതെ ഇവിടെ വരെ എത്തിയത്. എന്തായാലും അത്രയായി. ഇനിയിപ്പോ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ബെല്ലക്കുട്ടന് എണ്ണ തേച്ചു കൊടുക്കണം. അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഇതാണ് ഡോക്ടറുടെ എണ്ണ. ശരിക്കും പറഞ്ഞ ഇതിപ്പം പുള്ളി പുതിയതായിട്ട് പിന്നെ കൊണ്ടുവന്ന സാധനമാണ്. ഇതേ സെയിം സാധനം പണ്ട് ഡോക്ടർ തന്നുകൊണ്ടിരുന്നത് ഇങ്ങനെ ഒരു കുപ്പിക്കകത്ത. അത് നമ്മുടെ നേരത്തെ ഇരിപ്പുണ്ട്. അപ്പൊ ഇത് തീർന്നതിന് ശേഷം ഇനി ഇത് യൂസ് ചെയ്യാമെന്ന് വെച്ചിരിക്കുക. ഞാൻ ഇനിയിപ്പോ എണ്ണ പരട്ടുന്നത് കാണിച്ചു തരാം. നമ്മള് ഈ ഒരു പാത്രത്തിനകത്തോട്ടെടുത്ത് ഇനി ഇത് എണ്ണയൊക്കെ തേപ്പിച്ചതിന് ശേഷം ആശാനെ തുറസായ സ്ഥലത്ത് അങ്ങ് തുറന്നു വിട്ടേക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിയിൽ അങ്ങ് വിടും. ഇവനെ കൂട്ടിനകത്ത് ഇടത്തില്ല, വീടിനകത്തോട്ടും കയറ്റാൻ പറ്റത്തില്ല. വീടിനകത്ത് എന്തായാലും കയറ്റാൻ പറ്റത്തില്ല, കാരണം എണ്ണമയാവും കംപ്ലീറ്റ്. കുട്ടൂസന്റെ നിപ്പ് കണ്ടില്ല. ബെൽറ്റ് അഴിക്കട്ടെ ചക്കരെ? അഴിച്ചോളൂ അച്ചോളൂ. ഇവിടെ മുറിഞ്ഞിരിക്കുന്ന പാവത്തിന്റെ ഈ എണ്ണ ഇനി ഇവിടെ എല്ലാം ഇങ്ങനെ പറ്റി കൊടുക്കണം. പറഞ്ഞില്ലേ, ഒരു മയമേ പുരട്ടാവൂന്ന ഡോക്ടർ പറഞ്ഞേക്കുന്നത്. ഈ ചുഞ്ഞരെ ഇന്നെന്തായാലും ആശാൻ ഛർദിച്ചില്ലല്ലോ, അത് തന്നെ ഏറ്റവും വലിയ കാര്യം. മറ്റേത് ഛർദിക്കുകയാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഒരു തെച്ച് പണിയാ. വാലിങ്ങോട്ട് നീക്കി വെച്ചേ. ഇവിടെ കണ്ടുണ്ടില്ലേ? പേടിച്ചാ എടാ മണ്ടാ,
നീ പണ്ട് നല്ല രീതിയിൽ നിന്നോണ്ടിരുന്നല്ലേടാ ഇവിടെ? അന്ന് കുഞ്ഞായിരുന്നോണ്ട് പേടിയില്ലായിരുന്നില്ല? സൈസ് ഓ ശരിയാ. അപ്പൊ മെച്ചൂരിറ്റി ആയതാണ് ബെല്ലക്കുട്ടൻ. മെച്ചൂരിറ്റി കൂടി ബെല്ലക്കുട്ടൻ. മതിയല്ലേ ഏകദേശം? അങ്ങനെ ബെല്ലക്കുട്ടനെ ഏകദേശം ഒക്കെ ഫുള്ള് ഫിനിഷ് ചെയ്ത് പരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നേരെ വെളിയിലോട്ട് തുറന്നു വിടുകയാണ്. അപ്പോ എൻലെസ് ജേണി ബൈ ദീപുവിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ബെല്ലക്കുട്ടന്റെ ദയനീയമായ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ ബെൽ ബട്ടണിൽ ഒരു ഓളോടെ കൊടുത്തേക്കണം കേട്ടോ. ഓക്കെ, ബൈ.